നമ്മളെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരായിട്ട് മാത്രമേ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പാടുള്ളൂ. ഇപ്പൊ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നമ്മുടെ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പുള്ള ആൾക്കാരായിട്ട് ഒരിക്കലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മുടെ മൈൻഡ് അല്ല അവരുടെ മൈൻഡ്. ഇത് ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിപ്പോ ഈ ജനറേഷൻ ആയാലും വേറെ ജനറേഷനിലുള്ള ആൾക്കാരായാലും എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ എന്റെ ജനറേഷനോ എന്നെക്കാളും 5 വയസ്സിന് ഇളയത് അല്ലെങ്കിൽ 5 വയസ്സിന് മൂത്ത ആൾക്കാരായിട്ട് അത്രയും ഉണ്ടാവില്ല. 1, 2, 3 വയസ്സിന് മൂത്ത ആൾക്കാരായിട്ടാണ് ഞാൻ ശരിക്കും കമ്പനിയുള്ളത്. നമ്മൾ ഒരുപാട് ഏജ് ഗ്യാപ്പുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറേഷനും അവരുടെ ജനറേഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അവരുടെ മൈൻഡ് ആയിരിക്കില്ല നമ്മുടെ മൈൻഡ് ആയിരിക്കില്ല അവരുടെ മൈൻഡ്. എന്റെ അടുത്ത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ. ഒരു 40-40 വയസ്സുണ്ട്. ആ ചേട്ടൻ കല്യാണം കഴിച്ച് വെക്കുന്നത് എന്നെ സ്വന്തം എന്ന് വെച്ചാൽ എന്റെ ഫാമിലി അറിയാം. അപ്പൊ ആ ചേട്ടൻ എന്നെ സ്വന്തം നിങ്ങളെ പോലെ കണ്ടു കഴിഞ്ഞിട്ട് ആ ചേട്ടൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റേ ചെയ്യും മറിച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അടുത്ത് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ടൻ സംസാരം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടാനുള്ള അപ്പൊ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, കാരണം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഞാൻ ഈ കാര്യങ്ങൾ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്റെ സെയിം ഏജ് ഉള്ള സെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും 2-3 വയസ്സിന് ഇളയ ആൾക്കാരോട് ഞാൻ ചെന്ന് പറയും. ഇവരിങ്ങനെ പറഞ്ഞു, ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ അവന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമല്ല അവന് ഒട്ടും ഇഷ്ടപ്പെടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെക്കാളും 2 വയസ്സിന് മൂത്ത ചേട്ടനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ചേട്ടൻ പറയാം അയാളെന്തിനാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ജനറേഷനിലുള്ള വ്യക്തിയല്ല, 40 വയസ്സുള്ള ഒരു വ്യക്തി. ആ വ്യക്തി പറയുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും കഴിവ് എന്ന് വെച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിന് സൊല്യൂഷൻ തരാനായിട്ട് കഴിവുള്ളത് നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ശരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപാട് പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനോട് അമ്മയോട് സംസാരിച്ചാൽ പോലെ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അനുസരിക്കാറുണ്ടോ? ഒരിക്കലും അനുസരിക്കില്ല. അച്ഛനും അമ്മയും പറയണം നിങ്ങൾ ഇന്ന പോലെ നടക്കണം, ഇന്നത് ചെയ്യും മറ്റത് ചെയ്യും മറിച്ചത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെടില്ല, എന്റെ അനിയന് ഇഷ്ടപ്പെടില്ല, ലോകത്ത് ഒരു മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജനറേഷൻ അല്ല, നമ്മുടെ ജനറേഷൻ വേറെയാണ്. അച്ഛനമ്മയുടെയും ജനറേഷൻ അല്ല നമ്മുടെ ജനറേഷൻ. ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അവര് പോലും പറഞ്ഞനുസരിക്കാത്ത കാര്യങ്ങളാണ് ഈ 40-40 വയസ്സുള്ള ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരുത്തനായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ആ ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ ആ ഫ്രണ്ടും ഞാനും തമ്മിൽ ഒരേ വേവ് ലെങ്ത് ആണ്. അവനും ഞാൻ പറയുന്നതും അതേപോലെ തന്നെ അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. അതേപോലെ തന്നെ ഈ 30 വയസ്സായിട്ടുള്ളവനും വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. എന്നിട്ട് പക്ഷേ ഈ 30 വയസ്സായിട്ടുള്ളവനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ സംസാരം ഒരു കണ്ട വൈബൊക്കെ പോലെ. അപ്പൊ ഞാൻ 30 വയസ്സായ ഒരു വ്യക്തിക്ക് ഇത്രയും കൂടി എവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വലിയ സാറൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും നോട്ട്. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും വിളയ സാർമാരായിട്ട് പോലും ഞാൻ സംസാരിക്കാറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന സാർമാരാണ്. അപ്പൊ അവരായിട്ട് പോലും ഞാൻ സംസാരിക്കാറുണ്ട്, അവരായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും അവരൊക്കെ എന്റെ വേവ് ലെങ്ത് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ഇളയതാണെങ്കിലും ചെറിയ ഏജ് ഡിഫറൻസ്, എന്നെക്കാൾ 5 വയസ്സിനോ അത്രയൊക്കെ ഇളയതുള്ളൂ. എന്നിട്ട് പോലും അവരുടെയും എന്റെ മൈൻഡൊക്കെ ഓരോ ലെവലാണ്. കാര്യം ശരി, എന്റെ സാറാണെങ്കിലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മൈൻഡൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഇവന്റെ മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ മൈൻഡല്ല, ഇവന്റെ സംസാരത്തിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേകത. ഒരു 30 വയസ്സായ ഒരു വ്യക്തിയുടെ ഒരു സംസാരമല്ല, അതിലും കൂടുതൽ ഒരു ഏജ് ആയിട്ടുള്ള ഒരാളുടെ സംസാരം പോലെ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ കൺട്രോൾ മൊത്തം ഒരു 40 വയസ്സായ ഒരു വ്യക്തിയുടെ കൺട്രോളിലാണ് അയാളുടെ മൈൻഡ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 30 വയസ്സായ ഒരു വ്യക്തിയുടെ മൈൻഡോ കാര്യങ്ങളോ അല്ല. അവനൊരു സാറാണെങ്കിൽ അതിനും വലിയ സാറുമാരെ നമുക്കറിയാം. എന്നിട്ട് അവരുടെ മൈൻഡ് അല്ല ഇവന്റെ മൈൻഡ്. അപ്പൊ എനിക്കത് മനസ്സിലാവണ്ടായില്ലായിരുന്നു. പക്ഷെ അവൻ ഇമോഷണലി ഡൗൺ ആയി കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്ത് ഒരു 40 വയസ്സായ ഒരു വ്യക്തിയായിട്ട് ആണ് കണക്ഷൻ. ആ കണക്ഷൻ വന്നു കഴിഞ്ഞപ്പോ പുള്ളിയുടെ മൈൻഡ് മൊത്തം ആ ഒരു വ്യക്തിയുടെ കൺട്രോളിലായി പോയി. ഇനി അത് തിരിച്ചൊരിക്കലും കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതേപോലെയാണ് പുള്ളിയുടെ മൈൻഡ് ആയി പോയേക്കുന്നത്. അതേസമയം എന്തിന് അവന് നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. ഫ്രണ്ടിനും ഫ്രണ്ടിന്റേതായ തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും പ്രയാസം ആ ഫ്രണ്ടിനോട് പറയാം. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇതാണ്, ഞാൻ വലിയ കൊമ്പത്ത അതാണ് മറ്റാണ് മറിച്ചാണെന്നൊന്നും പറഞ്ഞെങ്കിൽ ഞാൻ നിൽക്കില്ല എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്. അതിപ്പോ ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സിന് +2 വരെ എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ, എനിക്കാണെങ്കിൽ MBA വരെ എഡ്യൂക്കേഷൻ ഉണ്ട്. ഞാൻ ആ ഒരു എഡ്യൂക്കേഷൻ ഡിഫറൻസ് ഒന്നും നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ MBA ആണെങ്കിലും എനിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സും ആ +2കാരന്റെ മനസ്സും സെയിം ആണ്. സെയിം ജനറേഷനിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. +2കാരന്റെ മനസ്സും സെയിം ആണ്, എല്ലാവരുടെയും മനസ്സും സെയിം ആണ്. എന്തെങ്കിലും സങ്കടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു കൊച്ചു കുട്ടിയെ പോലെ ആയിപ്പോവും. അതിപ്പോ എത്ര വലിയ വ്യക്തികളായാലും എത്ര ഉയരങ്ങളിൽ എത്ര പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഡിപ്രഷനും ആൻസൈറ്റിയും ഓവർ തിങ്കിങ്ങും എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല ഈ ലോകത്ത്. എന്തിനൊരു കൊച്ചു കുഞ്ഞിന് പോലും ഉണ്ടാവും. അതിന് എക്സാം വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഓവറായി കഴിയുമ്പോഴും അതും പ്രശ്നമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആ ഓവറായി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സായി പോകും. അപ്പൊ ആ ഒരു കൊച്ചുകുട്ടിയെ പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജനറേഷനിലുള്ള ഒരാളോട് തുറന്ന് സംസാരിക്കാം. ഞാനൊക്കെ അങ്ങനെയാണ്. ഞാനൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞാൻ പൊട്ടിക്കരയും. അല്ലാണ്ട് ഞാൻ എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഉണ്ട്, മറ്റാളോ മറിച്ചാളോ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അതൊന്നും ഞാൻ നോക്കില്ല. കാരണം എന്റെ ജനറേഷനാണ്, എന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. എന്റെ ജനറേഷനിലുള്ള അത് ഗേൾസിനായാലും ബോയ്സിനായാലും.
അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് എന്ന് വെച്ചാൽ എന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യില്ല എന്ന് ഉറപ്പ് എനിക്കുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാനൊക്കെ കരയണമെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തോളം ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ കരഞ്ഞ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ അത് അങ്ങേ അറ്റത്തോളം. അതൊരിക്കലും ഈ 40-45 വയസ്സായ ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ 19 വയസ്സായ ആൾക്കാരുടെ അടുത്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. കാരണം അങ്ങനെ നമുക്ക് നമ്മുടെ അച്ഛനോട് അമ്മയോട് പറഞ്ഞാൽ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനോട് അമ്മയോട് പറയാൻ പറ്റില്ല, നമ്മുടെ കൂടപ്പറപ്പുകളോട് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എന്തിനെ നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കാണുമ്പോ ഇപ്പൊ ഗേൾസിനാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരയാം. ഇപ്പൊ ബോയ്സിനാണെങ്കിൽ ബോയ്സിനെ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മൾ കെട്ടിപ്പിടിച്ച ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു നോക്ക്. ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പറയുന്നത്. എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പൊരിഞ്ഞങ്ങൾ പക്ഷെ എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ എന്റെ സങ്കടങ്ങൾ പറയും. കാരണം അവരെന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യില്ല. അതിന്റെ 100 അല്ല 110% എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അവരോട് എനിക്ക് എന്ത് സങ്കടവും എനിക്ക് തുറന്നു പറയാൻ പറ്റും. അപ്പൊ ഗേൾസിന് ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുമെങ്കിൽ ബോയ്സിന് പിന്നെ എന്താണ്, ബോയ്സിന്റെ ഫ്രണ്ട്സിനോടായാലും എന്തായാലും അവരെന്തായാലും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊന്നും പോകണമെന്നില്ല. അപ്പൊ അവർക്ക് എന്തായാലും തുറന്നു പറയാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ വലിയ കുമ്പത്താളാണ്, എനിക്ക് അത്ര എഡ്യൂക്കേഷൻ ഉണ്ട്, ഞാൻ വലിയ A+ വാരിക്കൂട്ടിണ്ട്, ഞാൻ അത് വാരിക്കൂട്ടിണ്ട് ഇത് വാരിക്കൂട്ടിണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് മതി, ഒരേ ഒരു ഫ്രണ്ട് മതി. ആ ഒരു ഫ്രണ്ട് മറ്റവനാണെന്ന് എനിക്ക് തോന്നി, അവന്റെ സംസാരത്തിലും തോന്നി അവനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന്. ആ ഒരു ഫ്രണ്ടിനോട് അവനവന്റെ കാര്യങ്ങൾ മനസ്സ് എന്ന് വെച്ചാൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ബീച്ചിലോ എവിടെയെങ്കിലും ഒന്ന് പോയി ഒന്ന് കരഞ്ഞ് പറയാ, ഒരു കുഴപ്പമില്ല, ഒരു നാണക്കേട് വിചാരിക്കണ്ട. അതിന് നമ്മുടെ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സിന്റെ മുമ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തല കുനിക്കേണ്ടത്. എന്തിനാ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ തല കുനിച്ചില്ല, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ അവർ പറഞ്ഞാലും അനുസരിക്കുന്നില്ല, കാരണം അവരുടെ ജനറേഷൻ വേറെ ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിന്റെ മുമ്പിൽ തല കുനിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം.